ഇന്ന് നമുക്ക് ലിത്വാനിയയിൽ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കാണാൻ പോയാലോ? എനിക്കിനി അവിടെ പോയിട്ട് കാര്യമില്ല, കാരണം എന്റെ പഠിപ്പ് കഴിഞ്ഞ വർഷം കഴിഞ്ഞതാ. പക്ഷേ ഇവൻ എന്റെ യൂണിവേഴ്സിറ്റി ഒരു പ്രൊഫസർ കാണാൻ പോകാണ്ട്. അപ്പൊ പോണ പോക്കില് നിങ്ങൾക്ക് എന്റെ യൂണിവേഴ്സിറ്റി ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചു. പാവം ചെക്കൻ കാലത്ത് തന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കി തരുന്നു. സത്യത്തിൽ ഇത് എനിക്കല്ല, അവനുള്ള ഫുഡാണ്. ഞാൻ എന്റെ കൂടെ സ്കീന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് മാറി നേരെ ബസ് പിടിക്കാൻ പോയി. പോണ വഴിക്ക് കുറെ സ്ഥലങ്ങളിൽ മഞ്ഞ് എടുക്കണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എത്തി. ഇതാണ് ഞാൻ ലിത്വാനിയയിൽ പഠിച്ച എന്റെ സ്വന്തം KTU യൂണിവേഴ്സിറ്റി. ഞാൻ BTech പഠിച്ചത് കേരളത്തിലുള്ള KTU, ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചത് ലിത്വാനിയയിലുള്ള KTU. ഈ കാണുന്നത് ഞങ്ങളുടെ ലൈബ്രറി ആണ് കേട്ടോ. പണ്ടെന്റെ ഹോസ്റ്റലിൽ പാർട്ടിക്കൽ മരുന്നടിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കിടന്നുറങ്ങാറുണ്ട്. വർഷം 5 ലക്ഷം ഫീസും കൊടുത്ത് ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ ഭയങ്കര രസമാണ്. ഇത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിംഗ് ആണ്. എന്തായാലും ഞങ്ങളുടെ വാങ്ങിയ ഫീസ് ഒന്നും വെറുതെ പോയിട്ടില്ല. എല്ലാ പൈസയും കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റി നല്ല പോലെ പുതുക്കി പണിയുണ്ട്. ഞങ്ങൾക്കൊക്കെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ, യൂണിവേഴ്സിറ്റി വളരണ്ടല്ലോ, ഞങ്ങൾക്ക് അത് മതി. ഇതാണ് എന്റെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെയായിരുന്നു എന്റെ യുദ്ധം. അവിടെ പോയപ്പോ അവിടെ റെനോവേഷൻ തന്നെ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പൈസ എടുത്ത് വീശാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കാണാൻ വന്ന പ്രൊഫസർ പറയാം, മോൻ ഇന്ന് കാണാൻ പറ്റില്ല, നാളെ കാണാൻ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പാവം ചെക്കൻ വെറുതെ എന്നെയും കുട്ടി ഇവിടെ വരെ വന്നു. യൂണിവേഴ്സിറ്റി കണ്ടത് മിച്ചം. അപ്പൊ ശരിട്ടാ.